നിരന്തരം മോദിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പാർട്ടി കമ്മിറ്റി അംഗമാണ്. അപ്പോൾ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെ മോദി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നടപടി ഉണ്ടാവും. നമുക്ക് ഇതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരു BJP പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു. സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ്. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളയാൾ, അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആൾ. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ, ഇവർ സുരേഷ് ഗോപിയെ പോലെ സിനിമ നടൻ എന്നുള്ളതിനെ നമുക്ക് കാണാം. ഒന്നുമല്ലാതെ ഒരു BJP പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ്. അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചെയ്യും.